ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അൺബോക്സിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫി റിംഗ് ലൈറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ പ്രോഡക്റ്റ്. അതിൻ്റെ റിവ്യൂ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഇനി നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗായ്സ്, ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. ഇത് നമുക്കിനി അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ റിംഗ് ലൈറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ ലോഗോ കാണാം, ഐ ലവ് 80s എന്ന് പറഞ്ഞൊരു ലോഗോ നമുക്ക് കാണാൻ പറ്റും. ബാക്ക് ഇതാണ് ഇതിൻ്റെ പവർ ബട്ടണൊക്കെ. നമുക്ക് ഇതിലോട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്കൊരു യൂസർ മാനുവലാണ് നമുക്ക് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതെങ്ങനെ വയ്ക്കേണ്ടതെന്നൊക്കെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നമുക്ക് അടുത്തായിട്ട് കിട്ടുന്നത് ഒരു ചാർജിങ് കേബിളാണ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. സാധാരണ USB ടൈപ്പാണ്. ഇത് നമ്മളെ സാധാ ചാർജറിൽ കൊടുത്ത് നമുക്കിത് ചാർജ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ലൈറ്റിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ലൈറ്റിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ലൈറ്റിക്കൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ലൈറ്റ്. ഇനി നമുക്ക് ലൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഞെക്ക് ചെയ്യാൽ മതി. അപ്പോൾ വീണ്ടും പവർ കുറച്ചും കൂടെ കൂടും. ഇനി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ പവർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. പവർ നല്ലപോലെ കയറിക്കോളും. ഇനി നമുക്കിത് ഓഫ് ചെയ്യണമെങ്കിൽ അതിൽ തന്നെ നാലാമത്തെ വട്ടം ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് പോകും. പിന്നെ ഗൈസ്, ഇതിൽ മെയിനായിട്ട് പറയുന്ന വേറൊരു ഫീച്ചറും കൂടി ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിൽ കത്തും. അതായത് നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ചിലവർക്കറിയാം, ഫോഗ് ലാമ്പൊക്കെ ഇടയ്ക്ക് മിന്നി കത്തുന്ന രീതിയിൽ ബൈക്കിൽ സെറ്റ് ചെയ്യില്ല. അതേ കണക്ക് നമുക്ക് മിന്നിയൊക്കെ ഇതിൽ കത്തിക്കാനൊക്കെ പറ്റും. അത് ഇതിൽ ലോങ് പ്രസ് ചെയ്താൽ മാത്രം മതി. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നമുക്ക് കാണാം. ഇതേപോലെ ഇങ്ങനെ മിന്നിയൊക്കെ കത്തുന്നതായിരിക്കും ഇത്. അപ്പോൾ ഇത് ഓഫ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലാവും. അതിനുശേഷം ജസ്റ്റ് ഒരു പ്രാവശ്യം കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഫ് ആവും. അപ്പോൾ ഇത് എങ്ങനെ ഫോണിൽ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ സാധാ അശയിലൊക്കെ ഇടുന്ന ക്ലിപ്പ് പോലെ ജസ്റ്റ് ഒന്ന് പൊക്കുക. ഇതിൻ്റെ മണ്ടേ കൂടെ ഫോൺ വയ്ക്കുക. എന്നിട്ട് ഇതങ്ങ് വിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ടൈറ്റായി അങ്ങ് ഇരുന്നോളൂ. ഒരു കാരണവശാലും പേടിക്കേണ്ട. ഇവിടെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട. ഇവിടെ നമുക്ക് ചാർജിങ് വരുന്നത് ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്നതായിരിക്കും. ഇതൊരു വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നത് 250 mAh ബാറ്ററിയും കൂടിയാണ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. തുടർച്ചയായിട്ട് 45 മിനിറ്റോളം നമുക്ക് തുടർച്ചയായിട്ട് ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും നമുക്കിനി. ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇത് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നുള്ള യൂസർ മാനുവലിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അത് കറക്റ്റ് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നൊക്കെ. ഫോണിൻ്റെ മണ്ടയിൽ എങ്ങനെ മൗണ്ട് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഞാൻ ഈ സൈഡിൽ ഇട്ടേക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ തിരിച്ച് റിപ്ലൈ തരാം. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.